ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ടേസ്റ്റ് വിത്ത് മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സൂപ്പർ അടിപൊളി പരിപ്പ് വടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ കിറ്റിൽ കടലയുണ്ടല്ലോ, അപ്പം ഏകദേശം എല്ലാ കിറ്റിലും കടല വരുന്നുണ്ട്. ആ കടല കൊണ്ട് നമ്മൾ ഒരു അടിപൊളി പരിപ്പ് വട ഉണ്ടാക്കാൻ പോവാണ്. അപ്പം അതിനുവേണ്ടി ഞാൻ തലേ ദിവസം തന്നെ ഈ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത്രയല്ല കേട്ടോ, കുറച്ച് കൂടുതൽ കടല ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ കാണിക്കുന്നേ ഉള്ളൂ. ഇതിൻ്റെ തോലൊക്കെ നമുക്കൊന്ന് കളഞ്ഞെടുക്കണം. ആദ്യം തന്നെ നമുക്കിതുപോലെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഈ കടലയുടെ തോലൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നല്ലോണം അങ്ങ് അരഞ്ഞു പോകരുത്. ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുന്ന പാകത്തിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ പരിപ്പ് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ചതച്ചിട്ടില്ല, അത് ഇടയിൽ ഓരോന്നൊക്കെ ഇങ്ങനെ കിടക്കണം, എന്നാലും നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് തിന്നുമ്പോൾ ഒരു കടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് സവോള, 3 സവോള ചെറുതായി അരിഞ്ഞെടുത്തത്, പിന്നെ ഒരു 6 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും 2 വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഗ്യാസാണല്ലോ നമ്മൾ കടല, അപ്പോൾ ഗ്യാസ് പോകാനും അതുപോലെ തന്നെ കുറച്ചൊരു മണത്തിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ വേണ്ടത് മല്ലിത്തലയും കറിവേപ്പിലയും, അപ്പോൾ അത് ആവശ്യത്തിന് എടുക്കുക. ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ പരിപ്പിനകത്തോട്ടിട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് വേണം കുഴയ്ക്കാനായിട്ട്. നമുക്കപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇടട്ടെ, മതിയോ? ഇതും ചേച്ചിയുടെ റെസിപ്പി തന്നെയാണ് കേട്ടോ, ചേച്ചിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റേഷൻ കടയിലെ കിറ്റുകളിലെല്ലാം കടല വരുന്നുണ്ട് അല്ലേ? അപ്പോൾ എല്ലാ വീടുകളിലും കടല കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഉള്ളത് വെച്ച് നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്യാം. കുറച്ചൊന്ന് ഇതിൻ്റെ തോല് കളയാൻ ഒരു ഇച്ചിരി കഷ്ടപ്പാടുണ്ടെന്നേ ഉള്ളൂ അല്ലേ? തോല് കളഞ്ഞെടുത്ത് കഴിയുമ്പോൾ അടിപൊളിയാക്കാം. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണോ ചേച്ചി? വേണ്ട, ഓക്കെ. ഒന്ന് ഉപ്പ് നോക്കിയേക്കാം. ഓക്കെ, മതി. ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പരത്തുന്നേ, കയ്യിലൊരല്പം വെള്ളമാക്കുക, എന്നിട്ട് ഇതുപോലെ അങ്ങ് പരത്തുക. എണ്ണ ചൂടാക്കിയതിന് ശേഷം നമ്മളിങ്ങനെ പരത്തിയിട്ട് ഡയറക്റ്റായിട്ട് എണ്ണയിലിട്ടാലും ഓക്കെ. അതല്ലാതെ നമ്മളിപ്പോൾ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്, നമ്മൾ പരത്തിയിട്ടൊരു പ്ലേറ്റിലോട്ട് എടുത്തിങ്ങനെ വെക്കുകയാണ്. വീഡിയോ നമ്മൾ അകത്തു നിന്നാണ് എടുക്കുന്നത്, പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ അതുകൊണ്ട് അതേ ഞാനിപ്പോൾ അടുപ്പിൽ എണ്ണയൊക്കെ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഓരോ വടയായിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ എണ്ണ നല്ല ചൂടുണ്ടാകുന്ന സമയത്ത് മാത്രമേ നമ്മൾ വട ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. മീഡിയം തീയിലിട്ടിട്ട് വേണം നമ്മളിത് ചുട്ടെടുക്കാനായിട്ട്. ഓവർ തീ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു കേട്ടോ. ഇങ്ങനെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് കോരി മാറ്റി വയ്ക്കാം. ഒരുപാടിട്ട് കരിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം കഴിയുമ്പോൾ നല്ലൊരു കളർ വരും കേട്ടോ അത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അടിപൊളി വട റെഡിയായി. ഇനി നമുക്ക് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ വടയും ഇതുപോലെ അങ്ങ് ചുട്ടെടുക്കാം.
അങ്ങനെ നമ്മളുടെ കടല വെച്ചിട്ടുള്ള അടിപൊളി പരിപ്പ് വട ഇവിടെ റെഡി ആയി കഴിഞ്ഞു. സൂപ്പറാണ് കേട്ടോ. നമ്മൾ സാധാരണ പരിപ്പ് വട കഴിക്കുന്നതിനേക്കാളും നല്ല സൂപ്പർ ടേസ്റ്റാണിത്. നമ്മൾ വടപ്പരിപ്പൊക്കെ കൊണ്ട് പരിപ്പ് വട ഉണ്ടാക്കുമല്ലോ, അതിനേക്കാളും നല്ല അടിപൊളി ടേസ്റ്റിലാണ് കേട്ടോ അതിരിക്കുന്നത്. ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. തീർച്ചയായിട്ടും ഇത് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ, ട്രൈ ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ, സീ യു, ടാറ്റാ.